ജിബൻ, ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇപ്പോൾ മധുപാൽ സൂചിപ്പിച്ചത് തന്നെ നമുക്ക് തുടർന്നാൽ, കാരണം ഓരോ കഥാപാത്രത്തെയും ഇപ്പോൾ പുതിയ തലമുറ പോലും അവരുടെ പല ട്രോളുകൾക്കും ഉപയോഗിക്കുന്ന മുഹൂർത്തങ്ങൾ, ഡയലോഗുകളൊക്കെ ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശക്തിയാണ്, കാലങ്ങളെ അതിജയിച്ച് നടന്നു നീങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശക്തിയെ സംബന്ധിച്ചാണ്. അതിൽ വിയോജിപ്പുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും പൊതുവിൽ അദ്ദേഹത്തിൻ്റെ അത്തരം ഒരു സ്വഭാവം മാത്രമല്ല, ഓരോ കാഴ്ചയും അദ്ദേഹം വേറിട്ടാണ് കാണുന്നത്. നാം കാണുന്ന ഒന്നിനെ തന്നെ അദ്ദേഹം കാണുന്നത് മറ്റൊരു രീതിയിലാണ്. അതൊരു ജീനിയസിൻ്റെ, ഒരു പ്രതിഭയുടെ ലക്ഷണമാണ്. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബഹുമുഖ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് എഴുത്തിലും അതെ, നടന വൈഭവത്തിലും അതെ, സംവിധാനത്തിലും അതെ, ഒക്കെയും. ജിബിൻ തന്നെ അജിംഷാദ്, നമ്മൾ ഈ പറയുമ്പോഴൊക്കെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ട്രോളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം തന്നെ പലപ്പോഴായും അദ്ദേഹത്തിൻ്റെ ഭാഷകളിലൂടെ, അദ്ദേഹം പ്രയോഗിക്കുന്ന ഭാഷകളിലൂടെയൊക്കെ തന്നെ ഒരു സെൽഫ് ട്രോളുകളായി തന്നെയും പല കാര്യങ്ങളും അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ദാസനും വിജയനും എന്നുള്ള ഒരു കഥാപാത്രങ്ങൾ അതൊക്കെ തന്നെ പലപ്പോഴായും തന്നെ ട്രോളുകളിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അവരുടെ ഈ സ്വപ്നങ്ങളും അവർ നെയ്ത് കൂട്ടുന്ന സ്വപ്നങ്ങളും ഒക്കെ തന്നെ ആ ദാസനും വിജയനും എന്നുള്ള ആ ഒരു കഥാപാത്രങ്ങളിലൂടെ തന്നെ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അത് പിന്നീട് വലിയ ട്രോളുകളും അതോടൊപ്പം തന്നെ ഈ പല ട്രോളുകൾക്കായി യുവജനങ്ങൾക്കിടയിലൊക്കെ തന്നെ വളരെ തരംഗമായി തന്നെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയ്ക്ക് അപ്പുറത്ത് നിന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ നിലപാടുകളിലൂടെയൊക്കെ തന്നെ പോകുമ്പോഴൊക്കെ തന്നെയും പലപ്പോഴും ആ വിഷയങ്ങളിലൊക്കെ തന്നെ പരമായ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ തന്നെയും അത് ശ്രീനിവാസനാണ് പറയുന്നത് എന്നുള്ള നിലയിൽ ആളുകൾ അതിനെ കണക്കാക്കുകയും ആ നിലകളിൽ പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ കർഷകനായും കാർഷിക ജീവിതത്തിലും ഒക്കെ തന്നെ അദ്ദേഹം ഈ മറ്റുള്ളവർക്കൊരു മാതൃകയായി തന്നെ നിലനിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ തന്നെയും ഈ കൃഷിയെയും അതോടൊപ്പം തന്നെ കാർഷിക രീതികളെയും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ആ നിലകളിൽ ഈ കൃഷിയെയും അതോടൊപ്പം തന്നെ കർഷകർക്കൊപ്പം നിൽക്കുന്ന ആ ഒരു നിലപാടുകളൊക്കെ തന്നെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന സിനിമകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ തന്നെ വന്നിരുന്നു. ആ നിലകളിൽ സാധാരണക്കാർക്കൊപ്പം സാധാരണക്കാരുടെ ശബ്ദമായി തന്നെ അദ്ദേഹം പലപ്പോഴായി തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലൂടെയും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കാലവും ചരിത്രവും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ലെജൻഡുകളെ വളരെ വിരളമായി തന്നെയാണ് സമ്മാനിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. അത്തരത്തിലൊരു ലെജൻഡ് ആയി തന്നെയാണ് നമുക്ക് ശ്രീനിവാസനെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഈ ഇത്തരത്തിൽ സത്യനന്ദിക്കാടൊക്കെ തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതികരണങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഏകദേശം സത്യനന്ദിക്കാട് മൊത്തം ഏകദേശം 15ഓളം സിനിമകളിൽ അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ നിലകളിലൊക്കെ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ ആ നിലയിൽ അത്തരത്തിൽ ഏറ്റവും അങ്ങനെ അഭിനയം എന്ന നിലയിൽ അദ്ദേഹം ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യം അഭിനയത്തിന് നൽകി. പക്ഷേ അതിനുവേണ്ടി തുടങ്ങിയ വ്യക്തിയാണ്. പക്ഷേ ആ എഴുത്തിലാകട്ടെ അഭിനയത്തെക്കാൾ അദ്ദേഹം വലിയ പ്രതിഭയാണെന്ന് ബോധ്യപ്പെടുത്തി മലയാളിയെ. അങ്ങനെ ഓരോ നിമിഷവും ഒരു സുവർണ നിമിഷമാക്കി മലയാള സിനിമയെ മാറ്റിയ, ആ സാംസ്കാരിക ലോകത്ത് അടയാളപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു നടൻ ശ്രീനിവാസൻ എന്നത്, സംവിധായകൻ ശ്രീനിവാസൻ എന്നത്, തിരക്കഥാകൃത്തായ ശ്രീനിവാസൻ എന്നത്. ഇപ്പോൾ ജിബിൻ തന്നെ സൂചിപ്പിച്ച ദാസനും വിജയനും തമ്മിലുള്ള സംഭാഷണമൊക്കെ പലതരത്തിലും അത് അടയാളപ്പെടുത്തുന്നത് വളരെ ക്ലാസിക്കലായ ചിന്തകളിലേക്ക്, മനുഷ്യനെ സാമൂഹ്യ വിമർശനങ്ങളിലേക്ക് മനുഷ്യൻ്റെ കണ്ണുകളെ ഓടിക്കുന്നതാണ്.